ഞാനിവിടെ അംബ്രല്ല കട്ട് സ്കേർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 4 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ 3ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. നമ്മൾ അംബ്രല്ല കട്ട് സ്കേർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കോർണറിൽ നിന്നാണ് നമ്മൾ അളവുകൾ എഴുതി തുടങ്ങുന്നത്, അതറിയാമല്ലോ. അപ്പം ഞാനിവിടെ ഇറക്കം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും ഇറക്കത്തിന് വേണ്ടി പീസ് കുറച്ച് വെച്ചാൽ മതി എന്ന് കരുതി ഞാനിവിടെ 3ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അളവുകളിലേക്ക് പോകാം. എൻ്റെ ഇടുപ്പ് വണ്ണം എന്ന് പറയുന്നത് 27 സെൻറ്റിമീറ്റർ ആണ്. ഞാൻ ഇവിടെ കുറച്ച് ലൂസിന് വേണ്ടിയിട്ട് 30 സെൻറ്റിമീറ്റർ എടുക്കുന്നുണ്ട്. അതിനായിട്ട് 10 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് അതിനെ കർവ് ഷേപ്പിൽ വരച്ചെടുത്തു. എങ്ങനെയെന്ന് വെച്ചാൽ ദാ ഈ കോർണറിൽ നിന്നും ആ കോർണറിലേക്ക് 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഈ കോർണറിൽ നിന്നും ഈ കോർണറിലേക്ക് 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഈ കോർണറിൽ നിന്നും മിഡിൽ ഭാഗത്തേക്ക് 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് അതിനെ കർവ് ഷേപ്പ് വരച്ചെടുത്തു. ദാ ഞാൻ ടേപ്പ് വെച്ച് കാണിച്ചു തരാം. എവിടെയാണോ 10 സെൻറ്റിമീറ്റർ വരുന്നത് അതിങ്ങനെ മാർക്ക് ചെയ്യുക. കണ്ടോ? മാർക്ക് ചെയ്തതിന് ശേഷം താഴെ ഈ ഭാഗവും ടേപ്പ് വെച്ച് നടക്കുക. കണ്ടോ? അപ്പോൾ അവിടെ എനിക്ക് 7 കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ ഈ 3 ഭാഗവും 7 മാർക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് ഇങ്ങനെ കർവായിട്ട് ഒന്ന് വരച്ചെടുത്തു. അപ്പോൾ എനിക്ക് വരച്ചെടുത്തതിന് ശേഷം ടേപ്പ് വെച്ചിട്ട് അളന്നപ്പോൾ എനിക്ക് കറക്റ്റ് 11.5 കിട്ടി. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടി. കാരണം ഈ ഭാഗങ്ങളെല്ലാം യോജിപ്പിച്ചെടുക്കണമല്ലോ. ആ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അതിലങ്ങ് പോകും. കറക്റ്റ് 10 എനിക്ക് കിട്ടും. 3 പീസാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു പീസിൽ 10 വരുമ്പോൾ 3 പീസും കൂടെ ആകുമ്പോൾ എനിക്ക് 30 വരും. ഞാൻ ഇറക്കം എടുത്തിരിക്കുന്ന 41 സെൻറ്റിമീറ്റർ ആണ്. എനിക്ക് 41 സെൻറ്റിമീറ്റർ വേണ്ട, 39 സെൻറ്റിമീറ്റർ മതി. ഞാൻ ബാക്കിയുള്ള 39 കഴിഞ്ഞിട്ടുള്ള അളവുകൾ ഞാൻ തയ്യൽ തുമ്പിനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇനി സെൻറ്റർ മാർക്ക് ചെയ്തു. ഇങ്ങനെ എല്ലായിടത്തും മാർക്ക് ചെയ്തു ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്. കാരണം അവിടെ ആണ് എനിക്ക് പീസ് വെക്കേണ്ടത്. കുറച്ച് പീസ് വെക്കേണ്ടി വരും അവിടെ. അതിനായിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ന്യൂസ് പേപ്പർ ഇട്ടിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. 3 വശത്തേക്ക് 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ വരച്ചെടുത്തു. താഴേക്ക് ഇറക്കം 41 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. അത് അതുപോലെ എല്ലാ സ്ഥലത്തും മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പേപ്പർ വെച്ച ഭാഗം ബാലൻസ് വന്ന തുണിയുടെ മേലെ ആ പേപ്പർ വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഈ അളവുകളെല്ലാം നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ മെയിൻ ക്ലോത്ത്, അതായത് നെറ്റിൻ്റെ തുണിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ആ നെറ്റിൻ്റെ തുണി 3ആയിട്ട് ഇതാ മടക്കി ഇട്ടിട്ടുണ്ട്. അളവുകളെല്ലാം കറക്റ്റാണ്. നെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് അതിങ്ങനെ ചുരുങ്ങി നിൽക്കുന്നതാണ്. കറക്റ്റ് അളവാണ്. ഇതിൻ്റെ 3 സ്ഥലത്ത് ഞാൻ 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. കർവ് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? 3 സ്ഥലത്തും 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനെ കർവ് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ 35 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിങ്ങനെ റൗണ്ട് ചെയ്ത് എല്ലായിടത്തും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 35 സെൻറ്റിമീറ്റർ. കണ്ടല്ലോ ഫ്രണ്ട്സ്? കണ്ടോ? ഇതാ 35 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ പേപ്പർ വെച്ച് കട്ട് ചെയ്തെടുത്ത തുണിയും നമ്മുടെ ആദ്യം കട്ട് ചെയ്തെടുത്ത തുണിയോട് യോജിപ്പിക്കാൻ പോവാണ്. അതാ ഇത് മുതൽ ഇതുവരെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കറക്റ്റായിട്ട് വരും. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ആ ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഭാഗം കറക്റ്റായിട്ട് വന്നോളൂ. ന്യൂസ് പേപ്പർ വെച്ച് കട്ട് ചെയ്തെടുത്തതിന് 2 പീസ് എന്ന് പറയുന്നത് ജോയിൻ്റ് ആണ്. 1 പീസ് മാത്രമാണ് സെപ്പറേറ്റ് ഉള്ളത്. ആ ജോയിൻ്റ് ഉള്ള തുണിയുടെ സെൻറ്റർ മാർക്ക് ചെയ്യണം. അതേപോലെ ആദ്യം കട്ട് ചെയ്തെടുത്ത ലൈനിങ്ങിൻ്റെ ജോയിൻ്റ് ഉള്ള ഭാഗം സെൻറ്റർ മാർക്ക് ചെയ്യണം. 2 നോച്ചുകളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. താഴേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ സിംഗിളായിട്ട് ഒരു പീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പീസ് ഇതാണ്. ഇത് ആദ്യം കട്ട് ചെയ്തതിൻ്റെ മറു സൈഡിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ താഴ്ഭാഗത്ത് ഇറക്കം 41 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് കിട്ടും. അതായത് ഇതിപ്പോൾ നമ്മുടെ കട്ട് ചെയ്തെടുത്ത പീസിൽ 2 എണ്ണമാണ്. ഇവിടെ ജോയിൻ്റ് ആണ്, ഇവിടെ കട്ട് പീസ് ഇല്ല. കണ്ടോ? അപ്പോൾ ഇത് സെപ്പറേറ്റ് ഉള്ള 3-ാമത്തെ പീസാണ്. ഈ 3-ാമത്തെ പീസും ഈ 2 പീസിൻ്റെ ഒരു എൻഡുമായിട്ട് നമുക്കിങ്ങനെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് താഴെ അറ്റം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഇവിടം വരെ. ഇതിപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഇടുപ്പിൻ്റെ വിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, യോജിപ്പിച്ചെടുത്തപ്പോൾ ഇടുപ്പിൻ്റെ വിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ യോജിപ്പിച്ചെടുത്തത്. ഈ 2 ലെയറും നമുക്ക് ഇങ്ങനെയാണ് ഇരുന്ന പീസ്. ഈ ഒരു പീസ് സെപ്പറേറ്റ് ആയിരുന്നു. ഇപ്പം ഈ ഒരു പീസ് നമ്മൾ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തെടുത്തപ്പോൾ നമുക്ക് ടോട്ടൽ ഇടുപ്പ് വണ്ണം കിട്ടിക്കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് മെയിൻ ക്ലോത്തും അതിൻ്റെ ജോയിൻ ചെയ്യേണ്ട പീസുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അതിനുശേഷം മെയിൻ ക്ലോത്തും ലൈനിങ്ങുമായിട്ട് യോജിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. മെയിൻ ക്ലോത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെയിൻ ക്ലോത്തും ലൈനിങ് തുണിയുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. ആദ്യം ലൈനിങ് ക്ലോത്ത് വെച്ചു, അതിൻ്റെ മേലെ മെയിൻ ക്ലോത്ത് വെച്ചു, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുവാണ്. നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടുപ്പിൻ്റെ ഭാഗം കണ്ടോ, 2 ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇടുപ്പ് ഭാഗത്ത് മേൽഭാഗത്തായിട്ട് പട്ട വെക്കേണ്ടതുണ്ട്, നാട ഒരുക്കാനായിട്ട്. അതിന് 3.5 സെന്റിമീറ്റർ വീതിയില് 15.5 സെന്റിമീറ്റർ നീളത്തില് മടക്കിയിട്ടിട്ടുള്ള തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ക്രേപ്പിന്റെ തുണിയാണ്. കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ മടക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് 4 ഇഞ്ചായിട്ട് വീതി എടുത്തില്ല, പകരം 3.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. മടക്ക ഭാഗം ആയതുകൊണ്ട് വീണ്ടും എനിക്ക് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ 3.5 എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഇടുപ്പിന്റെ ഭാഗമാണ്. ഈ ഇടുപ്പിന്റെ ഭാഗത്തിന്റെ ഈ ഭാഗം കുറച്ച് ദൂരം ഞാൻ മെയിൻ ക്ലോത്തും ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ മടക്കി അകത്തേക്ക് വീണ്ടും മടക്കി ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇവിടെ മടക്കി ചെയ്തതുപോലെ തന്നെ മറുവശത്തും അതുപോലെ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് മേളിലേക്ക് പട്ട പിടിപ്പിക്കാൻ. ഇതാ കണ്ടോ, ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 3.5 സെന്റിമീറ്റർ പട്ട ഞാൻ ലൈനിങ് പീസിന്റെ സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ മടക്കി ഇതുപോലെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നാട ഒരുക്കാനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് മുൻപായിട്ട് ഞാൻ ഈ 2 ഭാഗങ്ങളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഇതിന്റെ മേലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, നന്നായിട്ട് ഫിനിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. മറു സൈഡ് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മേൽഭാഗത്തെ പട്ട ഭാഗം ശരിയായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്താണ് നാട കൊടുത്ത് എടുക്കുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിന്റെ ഏറ്റവും താഴത്തെ ഭാഗം ഇതുപോലെ മടക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് അടിക്കാനുണ്ട്. പിന്നെ മെയിൻ ഫാബ്രിക്കിന്റെ അറ്റത്ത് ബോർഡർ കൂടെ പിടിപ്പിക്കാനുണ്ട്. ബോർഡർ പിടിപ്പിക്കാനായിട്ട് 6 ഇഞ്ച് വീതിയില്, ഇത് ഏകദേശം 3 മീറ്റർ ഉണ്ട്, ഇതും 3 മീറ്റർ ഉണ്ട്. അങ്ങനെ 6 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 6 ഇഞ്ച് വീതിയിലുള്ള 6 മീറ്റർ തുണിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് 5.5 മീറ്റർ ബോർഡർ വെക്കാനായിട്ട് വേണം. 5.5 മീറ്റർ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്തെടുത്ത മെയിൻ ഫാബ്രിക്കിന്റെ താഴ്ഭാഗത്തെ വിട്ട് ആ റൗണ്ട് ടേപ്പ് വെച്ച് അളന്നെടുത്തപ്പോൾ എനിക്ക് 5.5 മീറ്റർ ആണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനിവിടെ 6 മീറ്റർ തുണി എടുത്തിരിക്കുന്നത്. ഈ ബോർഡറിന് കുറച്ച് കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പഴയ സാരിയുടെ കുറച്ച് തുണി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം 6 മീറ്റർ ഉണ്ട്. ഈ പഴയ തുണിയുടെ മേലെ ബോർഡർ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ സ്കേർട്ടിലേക്ക് യോജിപ്പിച്ചെടുക്കുന്നത്. അതിന് മാച്ചായിട്ടുള്ള തുണി എൻ്റെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സാരിയുടെ ഈ തുണി എടുത്തിരിക്കുന്നത്. വൃത്തിയായിട്ടാവില്ല എന്ന് തോന്നുന്നു. പഴയ സാരിയിൽ നിന്ന് എടുത്ത തുണിയും ബോർഡറുമായിട്ട് യോജിപ്പിച്ചു.
യോജിപ്പിച്ചെടുത്തു. എന്നിട്ട് മെയിൻ ഫാബ്രിക്കിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ്. ആദ്യം ഈ ബോർഡർ മെയിൻ ഫാബ്രിക്കിന്റെ പുറത്ത് കാണുന്ന ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിനെ മറിച്ച് തയ്യൽ തുമ്പിന് താഴേക്ക് വെച്ച് നമ്മൾ ആ ബോർഡറിന്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. കണ്ടോ, സൈഡ് ഞാൻ ഇങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നാടൻ ഞാൻ ഇങ്ങനെ കൊരുത്തെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സാധനം കൂടെ ഇങ്ങനെ കോർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ അംബ്രല കട്ടിന്റെ സൈഡ് ഭാഗം. ഇതേ കണ്ടല്ലോ. നമ്മളിത് ഇവിടെ മുതൽ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തു ഇവിടെ നിർത്തിയതിനു ശേഷം ലൈനിങ്ങിനെ സെപ്പറേറ്റ് ഇങ്ങനെ താഴെ അറ്റം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടോ, താഴെ അറ്റം വരെ ലൈനിങ്ങിനെ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു തരാം. സൈഡ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ നാട കൊരുക്കുന്ന ഭാഗമാണ്. ഇവിടെ നമ്മളൊരു 3-4 ഇഞ്ചോളം വിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. നിർത്തിയതിന് ശേഷം ലൈനിങ്ങിനെ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടോ, താഴ്ഭാഗം വരെ ലൈനിങ്ങിനെ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു. മെയിൻ ക്ലോത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് ലൈനിങ്ങിനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. മെയിൻ ക്ലോത്തിനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. മെയിൻ ക്ലോത്ത് ഇങ്ങനെ താഴറ്റം വരെ ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുത്തു. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എന്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി. ഞാനിപ്പോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് കാണിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.